പാദവാർഷിക പരീക്ഷ 7ാം ക്ലാസ് ഫിഖ്ഹ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചോദ്യത്തിൻ്റെ മോഡലും വിവരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ്. വളരെ യൂസ്ഫുൾ ആയിരിക്കും. മുഴുവനായി തന്നെ കാണുക, ഒരിക്കലും നഷ്ടമാവില്ല. നമുക്ക് ജയിക്കാനുള്ള മാർക്ക് ഇതിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ കരസ്ഥമാക്കാൻ കഴിയും, ഉറപ്പാണ്. ചോദ്യത്തിലേക്ക് കടക്കാം. 1 യോജിപ്പിക്കാം എന്നുള്ളതാണ്. 7 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഡിസോർഡറായി അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ ശരിയായത് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. 1 സക്കാത്തിൻ്റെ അവകാശികൾ 8 വിഭാഗം എന്നതാണ് ശരി. നമുക്കൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. രണ്ടാമത്തത് ഇസ്ലാമിൻ്റെ 3ാമത്തെ ഫറലാണ് സക്കാത്ത്. ഇസ്ലാംകാരെ അറിയുന്നവർക്ക് അതും അറിയാം. 3 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 85 ഗ്രാം. 85 ഗ്രാമാണ് 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ. ഇനി 200 ദിർഹം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 595 ഗ്രാം. 595 ഗ്രാം, അതാണ് ചോദിച്ചത്. ഇനി മുഖഫഫ് എന്ന് പറഞ്ഞാൽ ലഘുവായത്. 6ാമത്തത് മുതവസിത്ത്, മധ്യനിലയിലുള്ളത്. 7ാമത്തത് തയമ്മുമിൻ്റെ ഫർളുകൾ. ഏതാണ് ഇതിൽ തയമ്മുമിൻ്റെ ഫർളായി വരുന്നത്? മണ്ണ് അടിച്ചെടുക്കൽ. ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലതുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം തന്നെ അത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഈ രണ്ടാമത്തത് 2 വീതം എഴുതാം എന്നതാണ് ചോദ്യം. അതിലൊന്നാമത് വന്നിട്ടുള്ള സക്കാത്തിൻ്റെ അവകാശികൾ 8 പേരുണ്ട്. ആ 8 പേരെയും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ളത് പഠിക്കുക, ഓർത്തെടുത്ത് എഴുതുക. ഒന്നാമത്തത് ഫക്കീറാണ്, മിസ്കീൻ. 2 പേരും പാവപ്പെട്ട ആളുകളാണ്. ആമിൽ ഈ സക്കാത്ത് പിരിക്കാൻ നടക്കുന്ന ജോലിക്കാരനാണ്. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതിയ ആൾക്കാർ, പുതു ഇസ്ലാമികൾ എന്ന് പറയും. റിഖാബ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി മോചനപത്രം എഴുതപ്പെട്ട അടിമയാണല്ലോ. ഓരിം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കടം വാങ്ങി കടക്കാരനായ ആളാണ്. പിന്നെ ഫീ സബീലില്ലാഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങി തിരിച്ച ആളുകളാണ്. പിന്നെ ഇബ്നു സബീൽ, വഴിയാത്രക്കാരാണ്. ഇങ്ങനെ 8 പേർക്ക് സക്കാത്തിൻ്റെ അവകാശം, അവർക്കത് വാങ്ങാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അവരെ കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കണം. ഏത് രൂപത്തിലാണ് ചോദ്യം വരിക പറയാൻ പറ്റില്ല. 2 സക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്? മുസ്ലിം ആയിരിക്കുക. അപ്പം ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്, പക്ഷേ അവർക്ക് ഈ ഒരു നിബന്ധന കൂടെ വെക്കണം. മുസ്ലിം ആയിരിക്കണം. ഫക്കീർ, മിസ്കിന് മറ്റു മതസ്ഥയിൽപ്പെട്ട ആളുകളാകാൻ പറ്റില്ല, മുസ്ലിം ആയിരിക്കണം. അതുപോലെ തന്നെ സ്വതന്ത്രരായിരിക്കുക. അപ്പോൾ അടിമക്ക് കൊടുക്കാൻ പറ്റില്ല. ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർക്ക് സക്കാത്ത് വാങ്ങൽ അനുവദനീയമാവുകയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരുന്നത്, മനസ്സിലാക്കുക. 3ാമത്തത് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ. അതുപോലെ തന്നെ വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങളുണ്ട്, അതും നമ്മൾ പഠിച്ചു വെക്കണം. 1 നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യുക, ജുമുഅയുടെ ഖുതുബ ഓതൽ, മുസ്ഹഫ് പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടത് തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ. ഇതിനൊക്കെ ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ 4ാമത്തത് വുളൂ സുന്നത്തായ കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊന്നുണ്ട്, കുളി സുന്നത്തായ കാര്യങ്ങൾ. നോട്ട് ചെയ്ത് വെക്കുക. ഖുർആൻ ഓതുക, ഹദീസ് പാരായണം ചെയ്യുക, ബാങ്ക് വിളിക്കുക, ഇക്കാമത്ത് കൊടുക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക തുടങ്ങിയത് 4ാമത്തെ പേജിലുണ്ട്. അതും കൂടെ നോട്ട് ചെയ്യുക. 3ാമത്തത് വരുമ്പോൾ വ്യക്തമാക്കാം എന്നുള്ളതാണ്. വായിക്കുന്നതിന് മുന്നേ തുടർന്നും മദ്രസാപരമായ, പരീക്ഷാപരമായ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക. വീഡിയോയുടെ അവസാനം ഉപകാരപ്പെട്ടെങ്കിൽ ഒരു താങ്ക്സോ മറ്റോ കഷ്ടപ്പാടിൻ്റെ സൂചകമായി നിങ്ങൾ എഴുതി അറിയിക്കുകയും ചെയ്യുക. വായിക്കാം. 1 ത്വഹാറത്തിൻ്റെ ശർഈയായ മാന. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തുക. ത്വഹാറത്തിൻ്റെ ശർഈയായ മാന എന്താണ്? അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തുക എന്നതാണ്. 2ാമത്തത് മുഅല്ലദായ നജസ് ഏതൊക്കെയാണ്? നായ, പന്നി, അവയിൽ നിന്ന് ജന്മമെടുത്തത്. ഇവയാണ് മുഅല്ലദായ കടുപ്പമേറിയ നജസ്.
മൂന്നാമത്തേത് റിഖാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. നമ്മൾ നേരത്തെ സക്കാത്തിൻ്റെ അവകാശികളിൽ അത് വായിച്ചതാണ്. അടിമത്ത മോചന കരാറ്. അടുത്തത് നാലാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് മുത്തവസ്സിത്തായ നജസ്സു കൊണ്ട് മലിനമായത് ഏതുവരെ കഴുകണം? ഉത്തരം നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. രണ്ടാമത്തത് സക്കാത്ത് വാജിബില്ലാത്ത ആഭരണങ്ങൾ ഏതാണ്? ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ സക്കാത്ത് വാജിബില്ല. മൂന്നാമത്തത് സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം? സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കിവെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും സക്കാത്തിൻ്റെ ഷർത്താണ്, മനസ്സിലാക്കുക. നാലാമത്തത് ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയം ഏതാണ്? ചെറിയ പെരുന്നാൾ രാവ് സൂര്യൻ അസ്തമന സമയമാണ്. അഞ്ചാമത്തത് തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം? വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തയമ്മും ചെയ്തവന് വെള്ളം ലഭിക്കൽ കൊണ്ടും തയമ്മും ബാത്തിലാകും. 5 ചോദ്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അഞ്ചാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അതിലൊന്ന്, കുളി നിർബന്ധമായ അവസ്ഥയ്ക്ക് വലിയ അശുദ്ധി എന്ന് പറയും. 2, റമദാനിലെ എല്ലാ രാത്രികളും കുളിക്കൽ സുന്നത്താണ്. 3, തയമ്മുമിൻ്റെ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ നിർബന്ധമാകുന്നു. 4, റിയാൽ, ഡോളർ എന്നിവയ്ക്ക് സ്വർണം, വെള്ളി എന്നിവയുടെ വിധി തന്നെയാകുന്നു. ഇങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏതു രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ ഇതിൽ കൊടുക്കുന്നു, നിങ്ങളത് വായിച്ചു നോക്കുക. വായിച്ച് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. 6 പാഠമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഫിഖിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ ഭാഗങ്ങളും, ഹദീസുകൾ, അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങൾ, മറ്റുള്ള സക്കാത്തിൻ്റെ കണക്കുകൾ, ഇതൊക്കെ കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല മാർക്കോട് വിജയിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. ലൈക്ക് ചെയ്യാൻ മറന്നവരത് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നിങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് കൂടെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.